ഗൈസ്, അപ്പോൾ നമ്മുടെ ബിഗ് ബോസിലെ രാവിലത്തെ ലൈവ് അപ്ഡേറ്റ് എന്താണെന്ന് നോക്കാം. ഇന്ന് രാവിലെ തന്നെ ഒനിയിലും അക്ബറും ഒരു ചർച്ചയിലായിരുന്നു. അതായത് ഈ പ്രാവശ്യത്തെ നോമിനേഷനിൽ എവിക്ഷനിൽ ആരൊക്കെ ഔട്ടായി പോകുന്നായിരുന്നു അവർ പറയുന്നത്. ഈ സമയത്ത് അക്ബർ പറയുന്ന ഒരു കാര്യമുണ്ട്, അനു ഒഴിച്ച് ഈ വീട്ടിൽ ആരും എപ്പോൾ വേണമെങ്കിലും പുറത്താവുമെന്ന്. അപ്പോൾ ഒനിയിലും ഇത് സമ്മതിക്കുന്നുണ്ട്. മാത്രമല്ല അവർക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലായിട്ടുണ്ട് പുറത്ത് ഏറ്റവും കൂടുതൽ പ്രേക്ഷക സപ്പോർട്ടുള്ള വ്യക്തി അനുവാണ്. അതുകൊണ്ട് അനു എവിക്ഷനിൽ പോകത്തില്ല. ഇതിനവർക്ക് പ്രധാനപ്പെട്ട ഒരു കാരണമായിട്ട് അവർ പറയുന്നത് അപ്പാനി ശരത്തിൻ്റെ എവിക്ഷനായിരുന്നു. അതായത് പുറത്തുള്ളവർക്കൊക്കെ ഒരുവിധം അറിയായിരിക്കും അപ്പാനിക്ക് വോട്ട് കുറവായതുകൊണ്ട് അപ്പാനി ഔട്ടായി പോകുന്നു. പക്ഷേ അകത്തെ ഒരു കണ്ടസ്റ്റൻസിന് ഒരു ക്ലൂ ഇല്ലായിരുന്നു. അപ്പാനി ശരത്തെ സമയത്ത് അവിടെ നിന്ന് എവിക്ഷനിൽ പോകുമെന്ന് അവരാരും വിചാരിച്ചിട്ടില്ല. അത് ഒനിയിലും അക്ബറും പറയുന്നുണ്ട്. അന്നത്തെ ആ എവിക്ഷൻ ടാസ്കിൽ അപ്പാനി പോകുന്ന അവരൊട്ടും പ്രതീക്ഷിച്ചില്ല. സോ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നടന്നത്. അതുകൊണ്ട് തന്നെ അനു ഒഴിച്ച് ഈ വീട്ടിൽ നിന്ന് ആരും എപ്പോൾ വേണമെങ്കിലും തെറിക്കാമെന്ന് അവർ പറയുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഇന്നലത്തെ എപ്പിസോഡ് കണ്ടതിൽ കുറച്ച് ഒരു കാര്യം എന്ന് വെച്ചാൽ വോട്ടിങ്ങിലേക്ക് വേദലക്ഷ്മിക്ക് ഒരു ചാൻസ് ഉണ്ട് പോകാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവർ ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവനകളൊക്കെ ഭയങ്കര മോശമായിരുന്നു. അതായത് ആദില നൂറേനെയൊക്കെ കുറിച്ച്. ആദില നൂറേനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, അവർ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ആൾക്കാരെയൊന്നും ആരും അംഗീകരിക്കത്തില്ല എന്നൊക്കെ തരത്തിൽ ഇന്നലെ വേദലക്ഷ്മി പറഞ്ഞിരുന്നു. ഏതായാലും അവരിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം ആരും പ്രതീക്ഷിച്ചില്ലായിരുന്നു. വയൽക്കാട്ടിൽ കുറച്ച് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചെങ്കിലും അവർ അതുപോലെ ഒന്നും എല്ലാം പറഞ്ഞില്ല. മാത്രമല്ല ഇവർ ഈ പറഞ്ഞത് ആ ഹൗസിനുള്ളിൽ ആരും കേട്ടില്ല എന്ന് തോന്നുന്നു. അതൊരു വിഷയമാക്കിയില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അതൊക്കെ ഹൗസിനുള്ളിൽ വലിയ പ്രശ്നങ്ങളാവേണ്ടിയാണ്. പക്ഷേ ഇതാരും കേട്ടില്ല. മാത്രമല്ല ആദില നൂറ ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കറിയാം ഇനി എന്തായാലും ലാലേട്ടൻ ഇത് വരുമ്പോൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ അവരെന്താ മറുപടി പറയുന്നതെന്ന് അറിയാൻ പറ്റുമല്ലോ നമുക്ക്.